നമസ്കാരം. +1 ഫോക്കസ് ഏരിയ മാത്രം പഠിച്ച് A+ വാങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പാസ്കൽസ് ലോ ആണ്. പാസ്കൽസ് ലോ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രിൻസിപ്പിളാണ് ബെർണോളീസ് പ്രിൻസിപ്പിൾ. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് റിയൽ ലൈഫ് എക്സാമ്പിൾസ് പറയാൻ പറ്റുന്ന ഒരു ലോയാണ് ബെർണോളീസ് പ്രിൻസിപ്പിൾ. ബെർണോളീസ് പ്രിൻസിപ്പിൾ എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബെർണോളീസ് തിയറം ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇത് കൺസർവേഷൻ ഓഫ് എനർജി എന്ന പ്രിൻസിപ്പിളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലോയാണ്. കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് എന്നാണ്. എനർജിയെ, ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ഓക്കെ, എങ്ങനെയാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദ അവൈലബിൾ എനർജി പെർ യൂണിറ്റ് വോളിയം റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഫോർ എ ട്യൂബ് ഓഫ് ഫ്ലോ. ഒരു ട്യൂബുണ്ട്, ഒരു ട്യൂബിൽ കൂടെ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ അത് ഇവിടെ ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള അവൈലബിൾ എനർജി പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ യൂണിറ്റ് വോളിയം, യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 എന്നാണ്. അപ്പോൾ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ്. ഓക്കെ, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നെടുത്താലും മതി. അപ്പോൾ അത്രയും വോളിയത്തിലുള്ള ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഇവിടെ നിൽക്കുമ്പോഴുള്ള ടോട്ടൽ എനർജിയും ഇതിൻ്റെ ഇടയിൽ ഇവിടെ വരുമ്പോഴുള്ള ടോട്ടൽ എനർജിയും ഇങ്ങ് ടോപ്പിലെത്തിയുള്ള ടോട്ടൽ എനർജിയും സെയിം ആയിരിക്കും എന്നാണ് ബെർണോളീസ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു ട്യൂബ് എടുത്തിട്ടുണ്ട്. ഈ ട്യൂബ് നോക്കുകയാണെങ്കിൽ ഈ ട്യൂബിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇതാ ഇവിടെ കുറവാണ്. ഇവിടെ ഇതിൻ്റെ ഈ വട്ടം ചെറുതാണ്, ഇവിടെ വരുമ്പോൾ ഇത് വലുതാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യുന്നൊരു ട്യൂബാണ്. മാത്രമല്ല ഈ ട്യൂബിൻ്റെ ഈ ഭാഗം തറയിൽ നിന്നുള്ള ഹൈറ്റ് H1 ആണ്, ഇവിടെ ആണെങ്കിൽ H2 ആണ്. അപ്പോൾ ഹൈറ്റ് കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഹൊറിസോണ്ടലും അല്ല, അതേപോലെ യൂണിഫോം ക്രോസ് സെക്ഷനും അല്ല. അപ്പോൾ എന്താണ് നമുക്കിതിന് പറയാൻ പറ്റുന്നത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറുന്നത് കൊണ്ട് തന്നെ ഈ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. വെലോസിറ്റി ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഏരിയ കുറവായതുകൊണ്ട് ഇവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. ഇവിടെ എത്തുമ്പോൾ ഏരിയ കൂടുതലായതുകൊണ്ട് വെലോസിറ്റി ചെറുതായിട്ടൊന്ന് കുറയും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി കുറയുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കൈനറ്റിക് എനർജിയും കുറയും, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ ഇതിൻ്റെ കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യും. ഇനി ഈ ഹൈറ്റും ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. അതായത് ഇവിടെ H1 ആണ് ഹൈറ്റ്, ഇവിടെ H2 ആണ് ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും ചേഞ്ച് ചെയ്യും. ഓക്കെ, ഹൈറ്റ് കൂടുന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജിയും വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് കൈനറ്റിക് എനർജിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് ബെർണോളീസ് തിയറം പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ട്യൂബിൻ്റെ 2 സെക്ഷൻസ് എടുക്കുകയാണ്. സെക്ഷൻ എന്ന് പറഞ്ഞാൽ 2 പാർട്ടുകൾ. ഈ B തൊട്ട് C വരെയുള്ള ഒരു പാർട്ടും D തൊട്ട് E വരെയുള്ളൊരു പാർട്ടും. ഈ 2 പാർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വോളിയവും ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ വോളിയം നമ്മുടെ ΔV എന്നെടുക്കുകയാണ്. ഓക്കെ, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഇത്രയും ഭാഗത്തിൻ്റെ വോളിയമാണ് ΔV. ക്യാപിറ്റൽ V എടുക്കുന്ന വോളിയത്തിനും സ്മോൾ v എടുക്കുന്ന വെലോസിറ്റിക്കുമാണ്. നമ്മുടെ ഈ ഡെറിവേഷനിലെ പല സ്ഥലത്തും വെലോസിറ്റിയും വരുന്നുണ്ട്, വോളിയവും വരുന്നുണ്ട്. അതുമേ തിരിഞ്ഞു പോരുത്. ഓക്കെ, അപ്പോൾ ΔV എന്നെടുത്തിരിക്കുന്നത് വോളിയത്തിനാണ്, ക്യാപിറ്റൽ V ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വോളിയം സെയിം ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ വെലോസിറ്റി V1 എന്നും ഇവിടുത്തെ വെലോസിറ്റി V2 എന്നും എടുക്കാം. അതേപോലെ ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ A1 എന്നും ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ A2 എന്നും എടുക്കാം. ഇവിടുത്തെ പ്രഷറും ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടുത്തെ പ്രഷർ P1 എന്നും ഇവിടുത്തെ പ്രഷറിന് P2 എന്നും എടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. കൺസിഡർ ദ ഫ്ലോ അറ്റ് ദ 2 റീജിയൻസ് BC ആൻഡ് DE. ഓക്കെ, BC എന്ന് പറയുന്ന ഭാഗത്തെയും DE എന്ന് പറയുന്ന ഭാഗത്തെയും ഫ്ലോ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇൻ എ വെരി സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം ΔT എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഇൻ്റർവൽ ഓഫ് ടൈമിൽ ദ ഫ്ലൂയിഡ് അറ്റ് B മൂവ്സ് ടു C. Bയിൽ നിന്ന് C വരെ ഈ ഫ്ലൂയിഡ് മൂവ് ചെയ്യാൻ എടുക്കുന്ന സമയം, ആ സമയത്തിനാണ് ΔT എന്ന് എടുത്തിരിക്കുന്നത്. ΔT നമ്മുടെ ഡെറിവേഷനിലെങ്ങും വരുന്നില്ല, അതുകൊണ്ട് അത് നോക്കണം എന്ന് ഇല്ല. ഓക്കെ, അപ്പോൾ Bയിൽ നിന്ന് C വരെ വാട്ടർ ഫ്ലോ ചെയ്യുന്ന അതേ സമയം കൊണ്ടായിരിക്കും Dയിൽ നിന്ന് E വരെയും ഫ്ലോ ചെയ്യുന്നത്. അതാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഫ്ലൂയിഡ് അറ്റ് D മൂവ്സ് ടു E. അപ്പോൾ Dയിൽ നിന്ന് E വരെയും ഫ്ലൂയിഡ് മൂവ് ചെയ്യും. ഓക്കെ, അതായത് ഇവിടുത്തെ വോളിയവും സെയിം ആണ്. ഇനി എങ്ങനെയാണ് ഈ വാട്ടർ ഇതിൽ കൂടെ മുകളിലോട്ട് ഫ്ലോ ചെയ്യുന്നത്? ഇവിടെ വാട്ടർ റൈറ്റ് സൈഡിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മളെപ്പോഴും ഓർത്ത് വെച്ചേക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലോ ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് വാട്ടറിനെ നമ്മൾ തള്ളി കൊടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ വാട്ടറിന് തള്ളി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ വാട്ടറിൻ്റെ മുകളിൽ വാട്ടറിൽ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഫ്ലൂയിഡിൽ വർക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് എന്ന് വിളിക്കും.
ഓക്കെ, പക്ഷേ ഇവിടുത്തെ ഈ ഈ ഇത്രയും പാർട്ട് വാട്ടറിനെ നമ്മൾ തള്ളേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ പാർട്ട് ഇതിനെ തള്ളിക്കോളും. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് വാട്ടർ തന്നെയാണ്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് തന്നെയാണ്. അതുകൊണ്ട് അവിടുത്തെ വർക്കിനെ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ ആണെങ്കിൽ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് എന്നും ഇവിടെ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് എന്നും വിളിക്കും. അപ്പോൾ നമ്മൾ ഈ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡും കണ്ടുപിടിക്കണം, വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡും കണ്ടുപിടിക്കണം. ആദ്യം BC എന്ന പാർട്ട് എടുക്കാം. അവിടെ ഓൺ ദ ഫ്ലൂയിഡാണ്. വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അറ്റ് ദ ലെഫ്റ്റ് എൻഡ് BC ഈസ് W1. ഓക്കെ, ഇവിടുത്തെ വർക്ക് ഡണ്ണ് നമുക്ക് W1 എന്നെടുക്കാം, ഒന്നാമത്തെ പാർട്ട്. ഇത് രണ്ടാമത്തെ പാർട്ടായിട്ട് എടുക്കാം, ഇത് W2 എന്ന് എടുക്കാം. അപ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? വർക്കിൻ്റെ ഇക്വേഷൻ വർക്ക് W ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്, അല്ലേ? അപ്പോൾ നമ്മൾ W1 എടുക്കുമ്പം അവിടുത്തെ ഫോഴ്സ് ഇൻറ്റു അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്താൽ മതി. അവിടുത്തെ ഫോഴ്സ് F1, അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് S1. S1 എന്ന് പറഞ്ഞാൽ അതായത് B തൊട്ട് C വരെയുള്ള ലെങ്താണ് S1. ഓക്കെ, അതേപോലെ D തൊട്ട് E വരെയുള്ള ലെങ്ത് S2 എന്ന് നമ്മൾ എടുക്കണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം W1 F1 ഇൻറ്റു S1 എന്ന് എഴുതാം. ഇനി ഫോഴ്സിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫോഴ്സിന് എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് അറിയാമോ? പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? പ്രഷർ ഈസ് ഈക്വൽ ടു F/A എന്നാണ്. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. ഈ ഇക്വേഷൻ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിന്ന് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും? F കിട്ടാനായിട്ട് ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന എയെ ഇനി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ P ഇൻറ്റു A എന്നാവും. P ഇൻറ്റു A എന്നാവും. ഓക്കെ, ഇവിടുത്തെ P1 എന്നും ഇവിടുത്തെ പ്രഷർ P2 എന്നും നമുക്ക് എടുക്കുകയാണെങ്കിൽ F1 പകരം എന്ത് എഴുതാം? എഫിന് പകരം P ഇൻറ്റു എയിൽ എഴുതാം. അപ്പോൾ F1 പകരം P1 ഇൻറ്റു A1 എന്ന് എഴുതാം. ഓക്കെ, F1 പകരം P1 ഇൻറ്റു A1 എന്ന് എഴുതിയിട്ട് S1 അതേപോലെ എഴുതുന്നു. ഓക്കെ, ഇനി ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത് ഇത്രയും ദൂരമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് S. ഇത്രയും ഡിസ്റ്റൻസ്. ഓക്കെ, ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഈ ഒരു സർക്കിളിൻ്റെ ഏരിയയാണ് A എന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയനെ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഹൈറ്റ് തന്നെയാണല്ലേ. അതായത് ഇത്രയും പാർട്ട് നമുക്കൊരു സിലിണ്ടറായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് സിലിണ്ടറിൻ്റെ ബേസ് സർക്കിളിൻ്റെ ഏരിയ എന്നും ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് ആ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? വോളിയമാണ് കിട്ടുന്നത്. ഓക്കെ, അതായത് ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം നമ്മൾ A1 ഇൻറ്റു S1 പകരം വോളിയം എന്ന് കൊടുക്കണം. വോളിയത്തിന് നമ്മൾ ΔV എന്നാണ് എടുത്തത്, അല്ലേ? അപ്പോൾ ΔV എന്ന് കൊടുക്കണം. ഇവിടെ എന്തുകൊണ്ടാണ് ΔV1 എന്ന് കൊടുക്കാത്തത്? കാരണം ആദ്യമേ പറഞ്ഞു ഇവിടെയും വോളിയം ΔV ആണ്, ഇവിടെയും വോളിയം ΔV ആണ്. രണ്ടും സെയിം വോളിയം ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ സെക്ഷൻസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ΔV എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും വോളിയം ഇതുവഴി പാസ് ചെയ്യാണ്. സിൻസ് ദ സെയിം വോളിയം ΔV പാസസ് ത്രൂ ബോത്ത് റീജിയൻസ് ഫ്രം ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമുക്ക് പഠിക്കാനില്ലായിരുന്നു, അതുകൊണ്ട് അത് നോക്കണ്ട. ഈ സെയിം വോളിയമാണ് ഒരേ സെയിം സമയത്ത് ഇവിടെ നിങ്ങോട്ടും ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്ത് നമുക്ക് ഇത്രയും വോളിയം വാട്ടറിന് ഈ ഫ്ലൂയിഡ് തന്നെയാണ് തള്ളിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് എന്ന് പറയാം. ഓക്കെ, വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് അറ്റ് ദ അതർ എൻഡ് DE. ഈ എൻഡിൽ ഫ്ലൂയിഡ് ചെയ്യുന്ന വർക്ക്. ഓക്കെ, ഓർക്കണം, ഇവിടെ നമ്മളാണ് ചെയ്തു കൊടുത്ത വർക്ക്. എക്സ്റ്റേണലി നമ്മൾ പുറത്തുനിന്ന് ചെയ്ത് കൊടുത്തതാണ്. അതുകൊണ്ട് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് എന്ന് വിളിച്ചു. ഇവിടെ വർക്ക് ചെയ്യുന്നത് ഈ ഫ്ലൂയിഡ് തന്നെയാണ്. അതുകൊണ്ട് വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ W2 നമുക്ക് എടുക്കാം. W1 നമ്മൾ F1 ഇൻറ്റു S1 എന്നല്ല എഴുതിയത്. അപ്പോൾ W2 എന്ത് എഴുതാം? W2 പകരം F2 ഇൻറ്റു S2 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഫോഴ്സിന് നമ്മൾ പ്രഷർ ഇൻറ്റു ഏരിയ എന്നാണ് അവിടെ എഴുതിയത്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ എഴുതാം. Fന് പകരം P ഇൻറ്റു A എന്ന് എഴുതാം. ഓക്കെ, P ഇൻറ്റു A. F2 ആയതുകൊണ്ട് P2 ഇൻറ്റു A2 എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ S2 അതേപോലെ എഴുതിയതിന് ശേഷം ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയമാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ΔV തന്നെയാണ് അവിടെയും കൊടുക്കേണ്ട. ഇവിടെ V2 ഒന്ന് കൊടുക്കേണ്ട, കാരണം രണ്ട് വോളിയം സെയിം ആയതുകൊണ്ട്. ഇവിടെ സെയിം വോളിയമാണ്, അതുകൊണ്ട് ΔV എന്ന് കൊടുക്കുക. അപ്പോൾ P2 ഇൻറ്റു ΔV എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് W1 എന്ത് കിട്ടി? W1 P1 ഇൻറ്റു ΔV എന്നും W2 P2 ഇൻറ്റു ΔV എന്നും കിട്ടി. പക്ഷേ ഈ റീജിയനിൽ ഓൺ ദ ഫ്ലൂയിഡാണ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്. ഇവിടെ ബൈ ദ ഫ്ലൂയിഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ബൈ ദ ഫ്ലൂയിഡ് ആയതുകൊണ്ട് ഇവിടെ വർക്ക് നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ കൊടുക്കുന്ന വർക്കാണ്, പക്ഷേ ഇവിടെ ഈ ഫ്ലൂയിഡ് ചെയ്യുന്ന വർക്കാണ്. അതുകൊണ്ട് ഈ പാർട്ടിലെ വർക്കിന് നെഗറ്റീവ് കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ W2 ഒരു മൈനസ് കൂടെ കൊടുക്കണം. നമ്മൾ മൊത്തം വർക്ക് കണ്ടുപിടിക്കുമ്പോൾ മൊത്തം വർക്കിനെ നമുക്ക് നെറ്റ് വർക്ക് എന്ന് പറയാം. നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡിൽ മൊത്തം നമ്മൾ ചെയ്ത വർക്ക്, നമ്മളിവിടെ കൊടുത്ത വർക്കിൽ നിന്നും ഇവിടെ ഈ ഫ്ലൂയിഡ് ചെയ്ത വർക്ക് കുറച്ചാൽ മതി. ഓക്കെ, അതായത് W1 മൈനസ് W2 ചെയ്യുക. ഇവിടെ പ്ലസ് ചെയ്യരുത്. നെറ്റ് വർക്ക് എന്നാണ് എഴുതുന്നതെങ്കിലും ഇവിടെ മൈനസ് ആണ് കൊടുക്കാനുള്ളത്. W1 ഇക്വേഷൻ എന്തായിരുന്നു? തൊട്ട് മുമ്പ് എഴുതി P1 ഇൻറ്റു ΔV. W2 ഇക്വേഷനാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് P2 ഇൻറ്റു ΔV. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുക. ഇനി ഇവിടെ രണ്ട് ടേം ഉണ്ട്, P1 ΔVയും P2 ΔVയും. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ΔV ആണ്. ഈ ΔV നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ P1 മൈനസ് P2 എന്ന് വരും. അത് അത്രയും ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. P1 മൈനസ് P2 ഇൻറ്റു ΔV. ഓക്കെ, ഇതെന്തിൻ്റെ ഇക്വേഷനാണ്? നെറ്റ് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷനാണ്.
ഓക്കെ, നെറ്റ് വർക്ക് ഡൺ നമ്മൾ ഡെൽറ്റ ഡബ്ല്യു എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ഇനി അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം എന്നും പറഞ്ഞൊരു തിയറം ഉണ്ട്. ആ തിയറം നിങ്ങളുടെ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളതായിരുന്നു. പക്ഷേ ഇത് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതാണ്. പക്ഷേ നമുക്ക് ഈ ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ബേസ് എന്താണ് എന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇത്രയേ ഉള്ളൂ. വർക്ക് എനർജി തിയറം വർക്കിനെയും എനർജിയെയുമാണ് റിലേറ്റ് ചെയ്യുന്നത്. വർക്കിനെയും എനർജി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജിയാണ്. എന്താണ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടെ ചേർന്നതാണ് മെക്കാനിക്കൽ എനർജി. അപ്പോൾ വർക്ക് എനർജി തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മെക്കാനിക്കൽ എനർജി. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഡെൽറ്റ ഡബ്ല്യു ആണ്. അത് ഈക്വൽ ടു എന്തായിരിക്കും? ചേഞ്ച് ഇൻ മെക്കാനിക്കൽ എനർജി, അതായത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയും ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും കൂടെ കൂട്ടിയതാണ് ടോട്ടൽ ചേഞ്ച് ഇൻ എനർജി. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതണമെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, എ പാർട്ട് ഓഫ് ദിസ് വർക്ക് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ ഈ കൊടുത്ത ഈ വർക്ക് ഉണ്ടല്ലോ, ഈ വർക്കിൻ്റെ ഒരു ഭാഗം പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ആൻഡ് ദ അതർ പാർട്ട് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് കൈനറ്റിക് എനർജി. ബാക്കി ഭാഗം കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്യാനും യൂസ് ചെയ്യും, കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യാനും യൂസ് ചെയ്യും. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഡെൽറ്റ കെ ഇ എന്നും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിക്ക് ഡെൽറ്റ പി ഇ എന്നും കൊടുക്കുക. ഡെൽറ്റ കെ ഇ പ്ലസ് ഡെൽറ്റ പി ഇ. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതുക. ഇതിന് ഈ ഡെൽറ്റ ഡബ്ല്യുവിൻ്റെ വാല്യൂ നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഡെൽറ്റ കെ ഇ പറഞ്ഞുകൂടാ, ഡെൽറ്റ പി ഇ പറഞ്ഞുകൂടാ. ഇനി നമ്മളെ പണിയെന്ന് പറഞ്ഞാൽ അത് രണ്ടും കണ്ടുപിടിക്കുക പോകണം. ആദ്യം ഡെൽറ്റ കെ ഇ കണ്ടുപിടിക്കാം, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഡെൽറ്റ കെ ഇ എന്നായിക്കോളണം ഇതിനാ. ഓക്കെ, ഡെൽറ്റ കെ ഇ ഈക്വൽ ടു എന്തായിരിക്കും? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനിഷ്യൽ എന്നാണ്. ഓക്കെ, ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇതാണ് രണ്ടാമത്തെ പോയിന്റ്, ഇതാണ് ഫൈനൽ, ഇവിടുത്തെ കൈനറ്റിക് എനർജി. ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൈനറ്റിക് എനർജി. ഓക്കെ, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇവിടുത്തെ കൈനറ്റിക് എനർജിക്ക് എന്ത് എഴുതാം? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഇവിടുത്തെ വെലോസിറ്റി V2 അല്ലേ, അപ്പോൾ V2 സ്ക്വയർ. അപ്പോൾ ഹാഫ് എം V2 സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് ഇവിടുത്തെ കൈനറ്റിക് എനർജിക്ക് ഹാഫ് എം V1 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഈ രണ്ട് ടേമിൽ എന്തൊക്കെ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും? 1/2 കോമൺ ആയിട്ട് എടുക്കാം, എമ്മും കോമൺ ആയിട്ട് എടുക്കാം. ഇവിടെയും 1/2 എം ഉണ്ടല്ലോ. അപ്പോൾ അത് രണ്ട് നമുക്ക് കോമൺ ആയിട്ട് വെളിയിൽ എടുത്തിട്ട് ബാക്കിയുള്ളതിനെ ഒരു ബ്രാക്കറ്റിനകത്ത് എഴുതാം. അപ്പോൾ 1/2 ഇൻറ്റു എം ഇൻറ്റു ഇവിടെ ബാക്കി എന്തുകൊണ്ട്? V2 സ്ക്വയർ ഉണ്ട്, മൈനസ് ഇവിടെ V1 സ്ക്വയർ ഉണ്ട്. അപ്പോൾ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. ഇനി നമ്മളിവിടെയുള്ള ഈ മാസിനെ മാറ്റണം. മാസിനെ എങ്ങനെ മാറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഡെൻസിറ്റി കൊടുക്കുന്ന ലെറ്ററാണിത്. ഇത് റോ എന്നാണ് വായിക്കേണ്ടത്. ഇതൊരു ഗ്രീക്ക് ലെറ്ററാണ്. ഓക്കെ, റോ ഇംഗ്ലീഷ് ലെറ്റർ അല്ല. ഓക്കെ, അപ്പോൾ ഈ റോ ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ റോ ഈസ് ഈക്വൽ ടു എം ബൈ വിയിൽ നിന്ന് എമ്മിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? എം ഈസ് ഈക്വൽ ടു കിട്ടണമെങ്കിൽ ഈ ബൈ വിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ പോരെ. ഓക്കെ, ഈ ബൈ വിനെ ഇപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു വി എന്നാവും. അപ്പോൾ റോ ഇൻറ്റു വി എന്നാവും, അല്ലെങ്കിൽ വി ഇൻറ്റു റോ എന്നാവും. അപ്പോൾ മാസ് എം ഈസ് ഈക്വൽ ടു വി ഇൻറ്റു റോ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ വോളിയത്തിന് നമ്മൾ ഡെൽറ്റ വി എന്നാണല്ലോ കൊടുത്തത്. അപ്പോൾ ഡെൽറ്റ വി ഇൻറ്റു റോ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ എമ്മിന് പകരം ഡെൽറ്റ വി ഇൻറ്റു റോ എന്ന് എഴുതുക. ഓക്കെ, ബാക്കി ഒന്നും മാറ്റിയില്ല. ഹാഫ് ഇൻറ്റു ഡെൽറ്റ വി ഇൻറ്റു റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്നെടുത്തു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കും? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കിട്ടാനായിട്ട് എളുപ്പമാണ്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ നിന്ന് ആദ്യത്തെ കുറയ്ക്കാമെന്നാണ്. അവസാനത്തെ എത്രയാണ്? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. അതെന്താണ്? mgh2 അല്ലേ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ mgh എന്നാണ്. ഓക്കെ, ഇവിടുത്തെ ഹൈറ്റ് h2 ആണ്. അപ്പോൾ mgh2 എന്ന് എഴുതാം. മൈനസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? mg ഇൻറ്റു h1. mgh1. അപ്പോൾ mgh2 മൈനസ് mgh1 എന്ന് എഴുതി കഴിയുമ്പോൾ നമുക്ക് അടുത്ത കാര്യം മനസ്സിലാവും. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തൊക്കെയുണ്ട്? എമ്മും കോമൺ ആണ്, ജിയും കോമൺ ആണ്. അപ്പോൾ mg കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ബാക്കി ഇവിടെ h2 ഉണ്ട്, ഇവിടെ മൈനസ് h1 ഉണ്ട്. അപ്പോൾ mg ഇൻറ്റു h2 മൈനസ് h1. ഓക്കെ, ഇനി നമ്മളിവിടെ ഇവിടെ മാസിന് ഡെൽറ്റ വി ഇൻറ്റു റോ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ ചെയ്തില്ലേ, അതേപോലെ ഇവിടെയും ഈ എമ്മിന് പകരം ചെയ്യണം. അപ്പോൾ എമ്മിന് പകരം ഡെൽറ്റ വി ഇൻറ്റു റോ കൊടുത്തു, ഈ ജി അതേപോലെ എഴുതി, h2 മൈനസ് h1 അതേപോലെ എഴുതി. ഇതാണ് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയും ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും കിട്ടി, ചേഞ്ച് ഇൻ വർക്ക് ഡൺ അല്ലെങ്കിൽ നെറ്റ് വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യുവും കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ എഴുതി വെച്ച ഈ ഇക്വേഷനകത്ത് അത് മൂന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഇതും കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ പോയത്. അപ്പോൾ അത് കിട്ടി.
ഓക്കെ, ഡെൽറ്റ ഡബ്ല്യുവിന് പകരം ഈ വാല്യൂ കൊടുക്കുക. ഡെൽറ്റ കെ ഇക്ക് പകരവും ഡെൽറ്റ പി ഇക്ക് പകരവും നമ്മളിവിടെ കണ്ടുപിടിച്ച വാല്യൂസ് ആയിട്ടുള്ള ഇതും കൊടുക്കുക. ഓക്കെ, അത് ഇക്വേഷൻ 3ഉം 4ഉം ആണ്. അപ്പോൾ 3ഉം 4ഉം പിന്നെ നമ്മൾ ആദ്യം എഴുതി വെച്ച ഇക്വേഷൻ 1 ഡെൽറ്റ ഡബ്ല്യുവിൻ്റെ വാല്യൂ 1ഉം എടുത്ത് ഇക്വേഷൻ നമ്പർ 2ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1, 3 ആൻഡ് 4 ഇൻ ഇക്വേഷൻ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ നമുക്കിത് ഇങ്ങനെ ഒരു വലിയ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഡെൽറ്റ ഡബ്ല്യുവിൻ്റെ വാല്യൂ ആണ് ഇത്രയും, ഡെൽറ്റ കെ ഇയുടെ വാല്യൂ ആണ് ഇത് ഇത്രയും. ഓക്കെ, ഡെൽറ്റ പി ഇ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ആണ് ഇത് ഇത്രയും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ എൽ എച്ച് എസിൽ ആകെ ഒരൊറ്റ ടൈമേ ഉള്ളൂ. ആർ എച്ച് എസിൽ ഇവിടെ ഒരു പ്ലസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പ്ലസിൻ്റെ ഇപ്പുറത്തുള്ളത് ഇത്രയും ഒരു ടൈമാണ്, റൈറ്റ് സൈഡിലുള്ള ഇത്രയും ഒരു ടൈമാണ്. അപ്പോൾ ഇവിടെ 1, 2, 3 ടൈമുണ്ട്. ഓക്കെ, ഈ 3 ടൈമിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? ഡെൽറ്റ വി ആണ്. അതായത് ഇവിടെയും ഡെൽറ്റ വി ഉണ്ട്, ഇവിടെയും ഡെൽറ്റ വി ഉണ്ട്, ഇവിടെയും ഡെൽറ്റ വി ഉണ്ട്. അപ്പോൾ നമുക്കത് കോമൺ ആയിട്ട് എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അല്ലെങ്കിൽ രണ്ട് സൈഡിനെയും ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും മതി. ഈ എൽ എച്ച് എസ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഡെൽറ്റ വി ക്യാൻസലായി പോകും. ആർ എച്ച് എസ് ഡിവൈഡ് ചെയ്യുമ്പം ഈ ഡെൽറ്റ വിയും ക്യാൻസലായി പോകും. പിന്നെ ബാക്കിയുള്ള എന്തൊക്കെയാണ്? ഇവിടെ P1 - P2 ഉണ്ട്, P1 - P2. ഇവിടെ ബാക്കി എന്തുണ്ട്? ഡെൽറ്റ വി പോയി കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ, ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയറിന് നമ്മൾ പിന്നെയും അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഈ ഹാഫ് ഇൻറ്റു റോ കൊണ്ട് അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? ഡെൽറ്റ വി പോയല്ലോ ഓൾറെഡി. ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു ഇവിടെ V2 സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V2 സ്ക്വയർ. ഇനി മൈനസ് കൊടുക്കുക, മൈനസ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V1 സ്ക്വയർ, ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V1 സ്ക്വയർ. ഓക്കെ, പ്ലസ് ഇവിടത്തെയും ഡെൽറ്റ വി പോയി, ബാക്കി ഈ റോയും ജിയും ഉണ്ട്. ഈ റോയും ജിയും നമ്മൾ അകത്തോട്ട് കയറ്റി പിന്നെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് വരും? റോ ജി എച്ച് ടു മൈനസ് റോ ജി എച്ച് വൺ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൈനൽ ഇക്വേഷൻ്റെ ഫോമിലോട്ട് മാറ്റി എഴുതിയാൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നെഗറ്റീവ് ഒക്കെ മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു ഈക്വൽ സൈൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടതുവശത്തുള്ള നെഗറ്റീവ് ടൈം എല്ലാം വലതുവശത്ത് കൊണ്ടുപോവുക, വലതുവശത്തുള്ള നെഗറ്റീവ് ടൈം എല്ലാം ഇടതുവശത്ത് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇടതുവശത്തുള്ള നെഗറ്റീവ് ടൈം ഏതാണ്? -P2 ആണ്. ഇതിനെ നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. അതേപോലെ വലതുവശത്തുള്ള നെഗറ്റീവ് ടൈം ഒന്ന് ഇതാണ്. ഓക്കെ, ഇതിനെ നമ്മൾ ഇക്വേഷൻ്റെ ഇടതുവശത്തോട്ട് കൊണ്ടുവരണം. അതേപോലെ ഇവിടെ മൈനസ് റോ ജി എച്ച് വൺ ഉണ്ട്, അതിനെയും ഇക്വേഷൻ്റെ ഇടതുവശത്തോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ മാറുമെന്ന് നമുക്ക് നോക്കാം. ബാക്കി ഈ സർക്കിൾ ചെയ്യാത്ത ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഈ P1 അതേപോലെ LHS എഴുതി. ഓക്കെ, P2നെ കൊണ്ടുപോകുന്നതുകൊണ്ട് അത് പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ RHS എന്ന് എന്തിനൊക്കെ നമ്മൾ LHSലോട്ട് കൊണ്ടുവരും? ഈ മൈനസ് ഹാഫ് റോ V1 സ്ക്വയറിനെ കൊണ്ടുവരും. അപ്പോൾ അത് പ്ലസ് ആവും അല്ലേ. അപ്പോൾ പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ. പിന്നെ എന്തിനെ കൊണ്ടുവരും? മൈനസ് റോ ജി എച്ച് വണ്ണിനെ കൊണ്ടുവരും. അപ്പോൾ അതെന്താവും? പ്ലസ് റോ ജി എച്ച് വൺ എന്നാവും. ഓക്കെ, ഇത്രയും കൊണ്ടുവരാറുള്ളൂ. ഇനി നമ്മൾ ആ ഈക്വൽ അതേപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ ഇടതുവശത്ത് നിന്ന് നമ്മൾ ഈ P2 -P2നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, ഇവിടെ P1ൻ്റെ ടൈമല്ലേ ആദ്യം കിടക്കുന്നത്. അപ്പോൾ ഇവിടെയും പിയുടെ ടൈം ആദ്യം എഴുതാം. അപ്പോൾ ഈ -P2 അപ്പുറത്ത് പോകുമ്പം +P2 ആവും, +P2. ഓക്കെ, പിന്നെ ഇവിടെ പിന്നെ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് മാത്രം എടുത്ത് മതി. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഏതാണ്? ഹാഫ് റോ V2 സ്ക്വയർ, അപ്പോൾ പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. പിന്നെ ഒന്നുണ്ട് അവിടെ റോ ജി എച്ച് ടു പ്ലസ് റോ ജി എച്ച് ടു. ഇത്ര എഴുതുമ്പോൾ നമ്മുടെ ബെർണോളിസ് തിയറത്തിൻ്റെ ഫൈനൽ ഇക്വേഷനായി. ഓക്കെ, ഇതാണ് ബെർണോളിസ് തിയറത്തിൻ്റെ ഫൈനൽ ഇക്വേഷൻ. അപ്പോൾ P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ ജി എച്ച് വൺ ഈസ് ഈക്വൽ ടു, ഇവിടെ 1 കൊടുത്തിടത്തെല്ലാം ഇവിടെ 2 കൊടുക്കുമ്പോൾ RHS ആയി. P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ടു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഈ P1 എന്ന് പറഞ്ഞാൽ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം എന്നാണ്. ഓക്കെ, ഇവിടെ ഡെൽറ്റ വി കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് പെർ യൂണിറ്റ് വോളിയമാണ്. എല്ലാ ടൈമിനെയും ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം യൂണിറ്റ് വോളിയത്തിലാണ്. അപ്പോൾ ഇത് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം. ഇത് എന്താണ്? ഹാഫ് MV സ്ക്വയറിന് ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയല്ലേ. അപ്പോൾ ഇത് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയമാണ്, ഹാഫ് റോ V1 സ്ക്വയർ എന്ന് പറയുന്നത്. റോ ജി എച്ച് വൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇനി ഇതാ ഇവിടെ സഫിക്സ് ഈ LHSലുള്ളതും RHSലുള്ളതും സെയിം വേർഡ്സ് ആണ്, സെയിം എക്സ്പ്രഷൻസ് ആണ്. സഫിക്സിൽ മാത്രമേ മാറ്റമുള്ളൂ. ഇവിടെ എല്ലാത്തിനും സഫിക്സ് 1 കൊടുത്തിരിക്കുന്നു, ഇവിടെ എല്ലാത്തിനും സഫിക്സ് 2 കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇനി ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ സഫിക്സ് 3 കൊടുത്തു എഴുതാം, മൂന്നാമത്തെ ഒരു സെക്ഷനോട് എടുത്താലും. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ കോമൺ ആയിട്ട് ഇങ്ങനെ എഴുതാം. സഫിക്സ് എല്ലാം കളഞ്ഞിട്ട് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. സഫിക്സ് കളയുമ്പോൾ എന്താവും? P1ന് പകരം P എന്ന് കൊടുക്കുക, ഹാഫ് റോ V സ്ക്വയർ എന്ന് മാത്രം എഴുതുക.
റോ ജി എച്ച് എന്ന് മാത്രം എഴുതുക, ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ് ബെർണോളിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ. ഇനി എന്താണ് പി? ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം. ഹാഫ് റോ വി സ്ക്വയർ എന്താണ്? കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. റോ ജി എച്ച് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതി വയ്ക്കുമ്പോൾ ബെർണോളിസ് തിയറത്തിൻ്റെ ഡെറിവേഷൻ കഴിഞ്ഞു. ഈ ഡെറിവേഷൻ എന്തായാലും പഠിച്ചു വെച്ചേക്കുക. ഇത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 3 മാർക്ക് അല്ലെങ്കിൽ ഒരു 4 മാർക്ക് കിട്ടും. ഓക്കെ, എളുപ്പത്തിൽ ആ മാർക്ക് ഫുൾ ഇങ്ങനെ വീഴുകയും ചെയ്യും. ഇത് ഇത്രയും തെറ്റാതെ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് വീഴും, 1 മാർക്ക് പോലും കുറയ്ക്കത്തില്ല. പിന്നെ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതിൻ്റെ ഫിഗർ വരയ്ക്കാൻ വിട്ടുപോകരുത്. ഫിഗർ വ്യക്തമായിട്ട് വരച്ച് വെച്ചേക്കുക. ഫിഗർ വരച്ചതിന് ശേഷം നിങ്ങളത് ഇവിടെ ഉള്ള ഈ എക്സ്പ്ലനേഷൻ ഇത്രയും ഒരു എക്സ്പ്ലനേഷൻ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ തൊട്ടുള്ള ഇങ്ങോട്ട് എഴുതിയാൽ മതി. വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് എന്ന് തൊട്ട് ഇവിടെ തൊട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. ഈ ഒരു പാരഗ്രാഫ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു പാരഗ്രാഫ് എഴുതണമെന്ന് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതല്ലേ എന്ന് നിങ്ങൾ ആലോചിക്കും. ഇതല്ല ബെർണോളിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ബെർണോളിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ സ്റ്റഡി ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ത്രൂ എ പൈപ്പ്. ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഒരു പൈപ്പിൽ കൂടി സ്റ്റഡിയായി ഫ്ലോ ചെയ്യുന്ന സമയത്ത്. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ കംപ്രസ് ചെയ്യാൻ പറ്റാത്ത ഫ്ലൂയിഡ് എന്നാണ്. അത് ഈ ഡെഫിനേഷൻ എഴുതുമ്പോഴത്തേക്ക് നമ്മളതിൽ ആ വാക്ക് എന്തായാലും ചേർത്തിരിക്കണം. കംപ്രസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, വാട്ടറിനെ ഒന്നും കംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റഡി ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ് ഒരു പൈപ്പിൽ കൂടി സ്റ്റഡി ഫ്ലോ നടത്തുന്ന സമയത്ത് ദ സം ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടണം അല്ലേ? എന്തൊക്കെയാണ് ഇവിടെ കൂട്ടുന്നത്? ഈ 3 ടൈംസിനെയാണ് കൂട്ടുന്നത്. പി എയും ഹാഫ് റോ വി സ്ക്വയറിനെയും ഹാഫ് റോ വി സ്ക്വയറിനെയും റോ ജി എച്ചിനെയും. അപ്പോൾ അത് 3ആണ് ഇവിടെ പറയേണ്ടത്. സം ഓഫ് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. ഇത് 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇവിടെ കിട്ടിയത്? എ കോൺസ്റ്റൻറ്റ് എന്നാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണാതെ പഠിച്ചു വെച്ചേക്കുക. കാണാതെ പഠിക്കണമെന്നില്ല. ഈ ഡെറിവേഷൻ എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് എഴുതുക എന്ന് പറയുന്നത് നമുക്ക് ആ ഇക്വേഷൻ നോക്കിയിട്ട് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ എന്തായാലും അത് പഠിച്ചു വെച്ചേക്കണം. ഫോർ എ സ്റ്റഡി ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ത്രൂ എ പൈപ്പ് ദ സം ഓഫ് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ബെർണോളിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ ചോദിച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റാണ് എഴുതേണ്ടത്. ഡെറിവേഷൻ എഴുതാൻ ചോദിച്ചാൽ ആ ഫിഗർ വരച്ചിട്ട് ഡെറിവേഷൻ എഴുതി വയ്ക്കുക. ഇനി നമ്മളൊരു ചെറിയ കാര്യം കൂടെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ ചാപ്റ്റർ തീരും. ഈ ബെർണോളിസ് തിയറത്തിൻ്റെ 2 സ്പെഷ്യൽ കേസസ് ആണ്. 2 സ്പെഷ്യൽ കേസസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്നാമത്തെ കേസ് ഫ്ലോ ത്രൂ എ ഹൊറിസോണ്ടൽ പൈപ്പ്. ഹൊറിസോണ്ടൽ പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ എടുത്ത ഈ ഒരു പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പിൻ്റെ ഈ അറ്റത്തെ ഹൈറ്റ് H1 ഈ അറ്റത്തെ ഹൈറ്റ് H2 ആണ്. അപ്പോൾ ഇത് ഒരു ഉയരത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ അല്ല. ഹൊറിസോണ്ടൽ ആവണമെങ്കിൽ ഇത് ഇങ്ങനെ പോകണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ H1 H2 ഈക്വൽ ആവും. ഓക്കെ, അങ്ങനെ H1 H2 ഈക്വൽ ആവുന്ന പൈപ്പിനെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, 2 സൈഡിലും H എന്ന് തന്നെ എഴുതാം. അപ്പോൾ ഹൊറിസോണ്ടൽ പൈപ്പാണത്. അപ്പോൾ H1 ഈക്വൽ ടു H2 ആവുകയാണെങ്കിൽ ഈ ഒഴുകുന്ന ഫ്ലൂയിഡ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mgh ആണ്. അപ്പോൾ mgh ഇവിടെയും ഹൈറ്റ് സെയിം ആയതുകൊണ്ട് mgh മാറൂല. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 എന്ന് എഴുതാം. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈം ഒഴിവാക്കാം. ഓക്കെ, ഈ ഒരു ടൈം ഒഴിവാക്കാം. ഈ ടൈം 0 ആയി പോകും. അപ്പോൾ പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഇതിൻ്റെ വാല്യൂ 0 ആയി പോകും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 0. സോ ബെർണോളിസ് തിയറം ബിക്കംസ് പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതായത് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് എഴുതാം. അതാണ് ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്. ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല എന്നല്ലേ? അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ഇല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ബെർണോളിസ് തിയറത്തിൻ്റെ ഇക്വേഷനിൽ ഈ വെലോസിറ്റിയുടെ ടൈം 0 ആയി പോകും. ഈ ഒരു ടൈം 0 ആയി പോകും. അപ്പോൾ ബാക്കി എന്തൊക്കെ വരും? പിയും വരും, റോ ജി എച്ചും വരും. അപ്പോൾ പി പ്ലസ് റോ ജി എച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് എഴുതാം. പി പ്ലസ് റോ ജി എച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കേസ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു 0, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 0, പി പ്ലസ് റോ ജി എച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? P1 പ്ലസ് റോ ജി H1 ഈസ് ഈക്വൽ ടു P2 പ്ലസ് റോ ജി H2 എന്ന് എഴുതാം. ഇവിടെ സഫിക്സുകൾ ഇവിടെ 1 കൊടുക്കുക, ഇവിടെ 2 കൊടുക്കുക. അപ്പോൾ 1ഉം 2ഉം കൊടുത്താൽ സെയിം ആവുന്നെങ്കിൽ അതിനാണ് കോൺസ്റ്റൻ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതിയും കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പ്രത്യേക ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. ഇതിനെ നമ്മളൊന്ന് ചെറുതായിട്ടൂടെ മാറ്റണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റോ ജി H1 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. അതേപോലെ ഈ P2 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരണം. അപ്പോൾ P1 അതേപോലെ എഴുതുക. P2 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ -P2 എന്നാവും. ഈസ് ഈക്വൽ ടു ഇവിടെ റോ ജി H2 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ പ്ലസ് റോ ജി H1 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ -റോ ജി H1 എന്നാവും.
ഓക്കെ, അപ്പോൾ P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു ഇതിന്ന് രണ്ടിന്നും കോമൺ ആയിട്ട് റോയും ജിയും എടുക്കാം. ഇവിടെയും റോയും ജിയും ഉണ്ട്. റോ ജി ഇൻറ്റു ഇവിടെ H2 മൈനസ് H1, H2 മൈനസ് H1. ഓക്കെ, അപ്പോൾ ഈ H2 മൈനസ് H1 എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ് എൻഡിലെ ഹൈറ്റ് റൈറ്റ് എൻഡിലെ ഹൈറ്റ് അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, ആ ഹൈറ്റ് ഡിഫറൻസിന് നമുക്ക് H എന്ന് മാത്രം എടുക്കാം. ഓക്കെ, ഡെൽറ്റ H എന്നോ അല്ലെങ്കിൽ H എന്നോ എടുക്കാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? റൈറ്റ് സൈഡ് റോ ജി H എന്നാവും അല്ലേ? അപ്പോൾ H2 മൈനസ് H1 H കൊടുക്കുമ്പോൾ P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു റോ ജി H എന്നാവും. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഇതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിൻ്റെ ഇക്വേഷൻ. അതായത് പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് ഹൈറ്റ്സ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു H. അതായത് നമ്മളൊരു ബീക്കറിൽ വാട്ടർ എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഒരു ബീക്കറിൽ വാട്ടർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് നിറച്ചും വെള്ളമുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു പോയിൻ്റ് എടുക്കുന്നു, ഇവിടെ ഒരു പോയിൻ്റ് എടുക്കുന്നു. ഓക്കെ, ഇവിടുത്തെ പ്രഷർ P1 ആണ്, ഇവിടുത്തെ പ്രഷർ P2 ആണ്. ഓക്കെ, ഇത് തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ്, ഈ ഹൈറ്റ് ഡിഫറൻസ് H ആണ്. ഈ ഹൈറ്റ് ഡിഫറൻസ് H ആണ്. ഓക്കെ, ഇത്രയും ഹൈറ്റ്, ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഹൈറ്റാണ് H. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിൻറ്റിനും ഇടയ്ക്കുള്ള പ്രഷറിൻ്റെ ഡിഫറൻസ്, അതായത് P1 മൈനസ് P2 കിട്ടാനായിട്ട് റോ ഇൻറ്റു ജി ഇൻറ്റു H ചെയ്താൽ മതി. റോ എന്താണ്? ഈ വാട്ടറിൻ്റെ ഡെൻസിറ്റി. ജി എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. H എന്താണ്? ഹൈറ്റ് ഡിഫറൻസ്. അപ്പോൾ ആ ഇക്വേഷനാണ് നമ്മൾ എക്സ്പ്രഷൻ ഫോർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. 2 പാർട്ടിൽ പറയാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് 4 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. മൊത്തം ക്വസ്റ്റ്യൻ 8 മാർക്കിന് കാണും. നമുക്ക് എന്തായാലും ഇത്രയും കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ 6 മാർക്കിനുള്ള തിയറി നിങ്ങൾക്ക് ഉറപ്പായിട്ടും എഴുതാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതുകൊണ്ട് ഇതിനകത്തുള്ള വളരെ കുറച്ചുള്ള ഈ ടോപ്പിക്കുകൾ മിസ്സാവാതെ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക. നോട്ട് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.